ഹായ് ഓൾ. പെറ്റ് ഡിറ്റക്റ്റീവ് നവാഗത സംവിധായകനായ റെനീഷ് വിജയൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഗോകുലം ഗോപാലൻ, ഒപ്പം ഷറഫുദ്ദീൻ, നമ്മുടെ ആക്ടർ ഷറഫുദ്ദീൻ. പുള്ളി തന്നെയാണ് ഇതിൽ ലീഡ് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. പുള്ളിയോടൊപ്പം തന്നെ ഇതിൽ മറ്റ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളത് അനുപമ പരമേശ്വരൻ, അതേപോലെ നമ്മുടെ വിജയരാഘവൻ, വിനയ് ഫോർട്ട്, വിനായകൻ, അങ്ങനെ ഒരുപാട് താരനിരകൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും റീൽസിലൂടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ വന്നൊരു കോമഡി ഡ്രാമ മൂവിയാണ് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഒരു ആവറേജ്, അതായത് ഒരു ബിലോ ആവറേജ് ടു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് തന്നെ ആവറേജ് എക്സ്പീരിയൻസ് എന്ന് പറയാൻ കാര്യം ടുവേർഡ്സ് ദി എൻഡ്, സിനിമയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഒരു ക്ലൈമാക്സ് ഒരു സീനുണ്ട്. അതായത് നമ്മൾ പഴയകാല സിനിമകളായിട്ടുള്ള മഴ പെയ്യുന്നു മദളം കൊട്ടുന്നു എന്ന് പറഞ്ഞ് ലാലേട്ടൻ്റെ ഒക്കെ ഒരു പടമുണ്ട്, മറ്റേ ജഗതിയും അതേപോലെ കുതിരോട്ടം പപ്പും ഒക്കെ കൂടെ ഉള്ളൊരു സീക്വൻസ് ഉണ്ട് ടുവേർഡ്സ് ദി ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ. ആ ഒരു സീക്വൻസിനെയും അതേപോലെ തന്നെ നമ്മുടെ വെട്ടം സിനിമയിൽ സിനിമ തീരുന്നതിന് മുമ്പായിട്ടൊരു ഓട്ടപ്പാച്ചിൽ പോലുള്ള ഒരു സീനുണ്ട്. അപ്പോൾ ആ ഒരു സീനും അങ്ങനത്തെ കുറച്ച് ഒരു റഷ് മൂഡിൽ അല്ലെങ്കിൽ ഒരു ഓട്ടപ്പാച്ചിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സീൻ ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അത് നല്ല രീതിയിൽ ചെയ്ത പോലെ അല്ലെങ്കിൽ വർക്കൗട്ട് ആയ പോലെ തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇതിൻ്റെ DOP ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രേമം സിനിമയിലെ DOP ചെയ്തിട്ടുള്ള അനൂപ് ചന്ദ്രനാണ്. അതേപോലെ നമ്മുടെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് രാകേഷ് മുരുകേഷാണ്, പ്രേമത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പം മ്യൂസിക് സ്കോറും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ഒരു പാർട്ടിക്കുലർ ക്ലൈമാക്സ് സീനിൽ അടിപൊളിയായിട്ട് പടച്ചിട്ടുണ്ട്. അല്ലാതെ മ്യൂസിക് വാസ് ഓക്കെ, പക്ഷേ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് എനിക്ക് എടുത്തു പറയാൻ തോന്നിയിട്ടുള്ളത്. അതർ ദാൻ ദാറ്റ് ഈ ഒരു സിനിമ എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലൊക്കെ ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആണ് ഈ സിനിമ ജനറേറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ തിയേറ്റർ റെസ്പോൺസുകൾ കാണുകയുണ്ടായി. അപ്പോൾ തിയേറ്റർ റെസ്പോൺസിൽ ഞാൻ കണ്ടത് പലരും പറയുന്നത് CID മൂസ 2 ആണ്, ഷറഫുദ്ദീൻ്റെ CID മൂസയാണെന്നൊക്കെയാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു യാതൊരുവിധ അഭിപ്രായവും ഇല്ല. കാരണം CID മൂസ എന്നൊക്കെ പറഞ്ഞൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് വെച്ച്, അല്ലെങ്കിൽ ഒരു ഇപ്പോഴും ഒരു ഹയസ്റ്റ് റിപ്പീറ്റ് വാല്യൂ ഉള്ള മലയാള സിനിമകളിൽ ഒരു സ്ഥാനമുള്ള സിനിമയാണ് ഈ പറയുന്ന CID മൂസ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഹൈ റിപ്പീറ്റ് വാല്യൂ കണ്ടൻറ്റുള്ള അല്ലെങ്കിൽ കോമഡി ഉള്ള, എപ്പോൾ കണ്ടാലും നമുക്ക് ചിരി വരുന്ന, മതി വരാത്ത, നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണുന്ന CID മൂസ പോലത്തെ സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ ഇതിനെ പറ്റത്തില്ല. CID മൂസയുടെ തട്ട് താണ് തന്നെ ഇരിക്കും. അപ്പോൾ അതൊരു ശരിക്കും യൂസ്ലെസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതേപോലെ ഈ സിനിമയെ പറ്റി ഒരുപാട് പോസിറ്റീവായിട്ടുള്ളത് കണ്ടിട്ട് ഞാനും കുറേ പ്രതീക്ഷിച്ചൊക്കെ തന്നെയാണ് പോയത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ആ ഒരു പ്രതീക്ഷയ്ക്കൊത്തുന്നില്ല, ഉയർന്നതുമില്ല, നിരാശയാണ് പലയിടത്തും സമ്മാനിച്ചത്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലോജിക്ലെസ് ആയിട്ട്, അല്ലെങ്കിൽ ഓക്കെ സിനിമ ഓവറോൾ ഇറ്റ്സ് എ ലോജിക്ലെസ് മൂവി, ഇറ്റ്സ് എ ഓവർ ദ ടോപ്പ് കോമഡി മൂവീസ്. അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ പോലും എനിക്ക് പല കോമഡീസും വർക്കൗട്ടായിട്ടില്ല. ജോമോൻ ജോതിറൊക്കെ ഉണ്ട്. ജോമോൻ ജോതിറിൻ്റെ ചില കോമഡീസൊക്കെ ഭയങ്കര കേട്ട് പഴക്കമുള്ളതും ചളിയൊക്കെ ആയിട്ട് ഫീൽ ചെയ്തു. കുറേ ക്രിഞ്ച് സീൻസ് ഉണ്ട്. പിന്നെ ഷറഫുദ്ദീൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ഭയങ്കര ഓവർ ദ ടോപ്പായിട്ടൊന്നുമില്ല, ആസ് യൂഷ്വൽ ചെയ്തു വരുന്നതാണ്. പുള്ളിക്ക് കോമഡി കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വിനയ് ഫോർട്ട് ഇതിലൊരു മണ്ടൻ പോലീസുകാരനായിട്ടാണ്. പുള്ളിക്ക് പറ്റുന്ന ടൈലർ ഫിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല. വിനായകനെ പറ്റി പറയുകയാണെങ്കിൽ, വിനായകൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ആടിലെ വിനായകൻ ചെയ്തിട്ടുള്ള പോലെ സീരിയസ് ആണോ ആണ്, എന്നാൽ കോമഡി ആണോ ആണ്, അങ്ങനെ രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് പോകുന്ന ഒരു ക്യാരക്ടറാണ്. ആടിലെ ഡ്യൂഡിനെയാണ് ഓർമ്മ വന്നത്. ആൻഡ് പുള്ളിയെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു നല്ല ആക്ടറാണ്. ആക്ടർ സെൻസിൽ പുള്ളി ഓക്കെയാണ്. ആൻഡ് പുള്ളിക്ക് പറ്റിയ ക്യാരക്ടേഴ്സാണ്. പിന്നെ ഇതിൽ കുറച്ച് മറ്റേ നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട് പല ആൾക്കാരെയും. എസ്പെഷ്യലി നമ്മുടെ ഇയാളെ, നമ്മുടെ മറുനാടൻ മലയാളിയിലെ ഷാജൻ സെറിയെ വിത്ത് ആ കോസ്റ്റ്യൂംസ് പോലും മാറ്റാതെ തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിലും ഒക്കെ ഇടയ്ക്ക് വെച്ച് ഭയങ്കര സുപരിചിതനായിട്ടുള്ള, നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് കയറി വന്നിട്ട് മറ്റേ പിങ്ക് ഇതൊക്കെ ഇട്ടിട്ട്, മറ്റേ ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മീശയൊക്കെ ഇങ്ങനെ പിരിച്ചു വെച്ചിട്ട് റീൽസ് ചെയ്യുന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നു, വിനീത് എന്ന് പറഞ്ഞിട്ടുള്ള. പുള്ളിക്ക് എതിരെ കുറേ പീഡന കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ ഡിറ്റോ ആയിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. പുള്ളിയുടെ സ്ത്രീകളുമായിട്ടുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അതേപടി ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ 1-2 സോഷ്യൽ മീഡിയ റെഫറൻസുകളും കാര്യങ്ങളും വരുന്നുണ്ട്. അതർ ദാൻ ദാറ്റ് ഈ സിനിമയിൽ യാതൊരുവിധ ടേക്ക്അവേസോ അല്ലെങ്കിൽ പോസിറ്റീവ്സോ ആയിട്ട് തോന്നിയിട്ടില്ല. ഇനീഷ്യൽ ഡേയ്സിൽ കളക്ഷൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പബ്ലിസിറ്റി ആയിട്ട് അല്ലെങ്കിൽ പ്രൊമോഷൻ ആക്ടിവിറ്റീസിൽ പെട്ടുപോയി, അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ ഈ പറഞ്ഞ പോലെ PR വർക്ക് സിനിമകൾ വളരെ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ സിനിമയുടെ ഒരു തിയേറ്റർ റെസ്പോൺസുകൾ എനിക്ക് ഫീൽ ചെയ്തത്.
പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിന് ഭയങ്കരമായിട്ടുള്ളൊരു കോൺസെൻട്രേഷൻ ഈ സിനിമ കാണുമ്പോൾ വേണം. നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ നമുക്ക് കണക്ഷൻ ലോസ്റ്റ് ആയി പോകും. ഈവൻ കുറേ ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്, കുറേ ഇൻസ്റ്റൻസുകൾ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ടുവേഴ്സ് ക്ലൈമാക്സിൽ വരുമ്പോൾ ഇൻസ്റ്റൻസുകളൊക്കെ കണക്ട് ചെയ്തേക്കുന്ന ആ ഒരു പോർഷനാണ് കുറച്ച് വർക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതിൽ ഷറഫുദ്ദീൻ തന്നെ, ഇതിൽ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഷറഫുദ്ദീൻ തന്നെ ഒരു കബഡി നിരത്തുന്ന ഒരാളുടെ അടുത്ത്, അതായത് നമ്മുടെ ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് കബഡികൾ വെച്ചിട്ട് ഇതിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താണ് ഇന്ന ആൾ ഇന്നത് എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടി ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബേസ് പ്ലോട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇത് പോകുന്നത്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആ കോംപ്ലിക്കേഷൻസ് ചുഴലഴിക്കുന്നുണ്ട്, അതും 2 പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി, പിന്നീട് അങ്ങോട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വർക്കൗട്ട് ആവുന്ന, ഞാൻ ഏതൊക്കെയുണ്ട് കുട്ടികളുടെ സിനിമ എന്നൊക്കെ പറഞ്ഞു, കുട്ടികൾക്കൊന്നും ഇത് മനസ്സിലാവാൻ പോലും പോകുന്നില്ല എന്നുള്ളതാണ് അതിൽ പല കാര്യങ്ങളും. കാരണം അത്രത്തോളം കുറച്ച് കോംപ്ലിക്കേഷൻ പാർട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അകത്ത് കുറേ തീമുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൽ മർഡേഴ്സ് നടക്കുന്നുണ്ട്. ആ മർഡേഴ്സ് നടക്കുന്ന ഒരു ചെയ്യുന്ന ആൾ ഹൂവർ വാട്ട് എവർ ഇറ്റ് ഈസ്, അയാളെ മോട്ടീവ് എന്താണ് അല്ലെങ്കിൽ ഇൻറ്റൻഷൻ എന്താണ് അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് സിനിമ വേറൊരു സംഭവത്തിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ പറയുന്ന വിനയ് ഫോർട്ടിൻ്റെയും അതേപോലെ തന്നെ ഷറഫുദ്ദീൻ്റെയും കുട്ടിക്കാലം, അതായത് സ്കൂൾ ലൈഫ് കാണിക്കുന്നുണ്ട്. ആ ഒരു സീൻ നല്ലതായിരുന്നു, അവരുടെ വോയിസൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. അത് കൊള്ളായിരുന്നു, അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു, ചിരിക്കാനുണ്ടായി. അങ്ങനെ 1-2 സ്ഥലത്ത് ചിരിക്കാനുള്ളത് ഒഴിച്ച് വേറെ പ്രത്യേകിച്ച് ഈ സിനിമയിൽ നിന്ന് ഒന്നും കിട്ടിയില്ല. അതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം, വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ കണ്ടതിന് ശേഷമുള്ളത്. കാണാൻ കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ട് റിവ്യൂ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആവുന്നത്. അപ്പം എനിക്ക് ഓവറോൾ ഈ സിനിമ ഒരു എന്താ പറയുക, ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് മൂവി.